വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇംഗ്ലീഷ് ഗ്രാമർ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോഡൽ ഓക്സിലറി വെർബിനെ കുറിച്ച് പഠിച്ചു. മോഡൽ ഓക്സിലറി വെർബ്സിൻ ടെസ്റ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു നട്ട്ഷെൽ അല്ലെങ്കിൽ അറ്റ് എ ഗ്ലാൻസിൽ നമ്മൾ മോഡൽ ഓക്സിലറി വെർബ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ മോഡൽ ആക്സിലറി അറ്റ് എ ഗ്ലാൻസ് ആദ്യം നമ്മൾ വില്ലിൻ്റെ പ്രയോഗമാണ്. വിൽ ഈസ് യൂസ്ഡ് ഇൻ ദി ഫോളോയിങ് സിറ്റുവേഷൻസ്. വിൽ നമ്മൾ ഈ താഴെ പറയുന്ന സിറ്റുവേഷൻസിലൊക്കെ ഉപയോഗിക്കുന്നു. മേക്കിംഗ് പ്രഡിക്ഷൻസ്, ഒന്ന് പ്രവചനങ്ങൾ നടത്തുന്നതിന് വേണ്ടി. ഓഫറിംഗ് ടു ഡു സംതിങ് ടാസ്ക്, അതായത് ഒരു റിസ്ക്കുള്ള സംഭവം അതിന് ഒരു ഓഫർ കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. എക്സ്പ്രസിംഗ് ഡിറ്റർമിനേഷൻ, തീരുമാനങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. മേക്കിംഗ് ഫോർമൽ റിക്വസ്റ്റ്, ഫോർമൽ റിക്വസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഫ്യൂച്ചറിറ്റി, ഭാവി അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ്, ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച്. ഫോർ പ്രോമിസ്, വാഗ്ദാനം. ത്രെറ്റ്, ഭീഷണി. വില്ലിങ്നെസ്, ഇത്രയും കോണ്ടസ്റ്റിലാണ് നമ്മൾ വില്ല് ഉപയോഗിക്കുന്നത്. ദീസ് ആർ ദി ആപ്ലിക്കേഷൻസ്. സോ വിൽ ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് മേക്കിംഗ് പ്രഡിക്ഷൻസ്, ഓഫറിംഗ് ടു ഡു സംതിങ് ടാസ്ക്, എക്സ്പ്രസിംഗ് ഡിറ്റർമിനേഷൻ, മേക്കിംഗ് എ ഫോർമൽ റിക്വസ്റ്റ്, ഫ്യൂച്ചറിറ്റി, ഫോർ പ്രോമിസ്, ത്രെറ്റ് ആൻഡ് വില്ലിങ്നെസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സാമ്പിൾ സഹിതം പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു നട്ട്ഷെൽ എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ വുഡിലേക്ക് വന്നാൽ, വുഡ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് willingness, determination, impossible or improbable condition, customary action. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി വുഡ് അപ്ലൈ ചെയ്യുന്നു. ഇനി വുഡിൻ്റെ മറ്റൊരു പ്രയോഗമാണ് വുഡ് ലൈക്ക്. വുഡ് ലൈക്ക് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് പൊളൈറ്റ് റിക്വസ്റ്റ്, വിഷ് എന്നിവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് വൺ വുഡ് റാദർ. വുഡിൻ്റെ മറ്റൊരു പ്രയോഗമാണ് വുഡ് റാദർ. ഫോർ ചോയ്സ് ഓർ പ്രിഫറൻസ്, ചോയ്സിന് വേണ്ടി ഉപയോഗിക്കുന്നു, പ്രിഫറൻസിന് വേണ്ടി ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് അടുത്ത നമ്മൾ ഷാലിന്റെ പ്രയോഗം. ടു എക്സ്പ്രസ് സ്ട്രോങ് പോസിബിലിറ്റി, സ്ട്രോങ് പോസിബിലിറ്റിയെ കാണിക്കാൻ വേണ്ടി ഷാൽ അപ്ലൈ ചെയ്യുന്നു. നിയർ സർട്ടനിറ്റി ഓഫ് ആൻ ആക്ഷൻ, നിയർ സർട്ടനിറ്റി ഓഫ് ആൻ ആക്ഷൻ, ആക്ഷന്റെ സർട്ടനിറ്റി. കമാൻഡ്, പ്രോമിസ്, ത്രെറ്റ്, ഡിറ്റർമിനേഷൻ, ഇതിനൊക്കെ നമ്മൾ ഷാൽ ഉപയോഗിക്കുന്നു. ദെൻ ഷുഡ്, ടു എക്സ്പ്രസ് ഡ്യൂട്ടി, ഒബ്ലിഗേഷൻ. ഷുഡ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ഡ്യൂട്ടി, ഒന്ന് ഡ്യൂട്ടി. ഒബ്ലിഗേഷൻ, ലെസ് പോസിബിലിറ്റി ദാൻ ഷാൽ. ഷാലും ഷുഡും തമ്മിൽ പോസിബിലിറ്റി കുറവാണെങ്കിൽ ഷുഡ് അപ്ലൈ ചെയ്യുന്നു ഷാലിന് പകരം. യൂസിങ് ആഫ്റ്റർ ലസ്റ്റ്, ലസ്റ്റ് എന്ന് പറയുന്നതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഒരേ ഒരു മോഡൽ ഓക്സിലറിയാണ് ഷുഡ്. ദെൻ ഷുഡ് ലൈക്ക്, പൊളൈറ്റ് ഫോം ഓഫ് ഷുഡ്. ഷുഡിന്റെ പൊളൈറ്റ് ഫോമാണ് ഷുഡ് ലൈക്ക്. ദെൻ ക്യാൻ, ക്യാൻ ടു എക്സ്പ്രസ് പ്രസന്റബിലിറ്റി, പ്രസന്റബിലിറ്റിയെ കാണിക്കാൻ വേണ്ടിയാണ് ക്യാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ പെർമിഷന് വേണ്ടി ഇപ്പോൾ മേയ്ക്ക് പകരം ദോ മേ ഈസ് മോർ കറക്റ്റ്, ബട്ട് ക്യാൻ ഈസ് ആൾസോ യൂസ്ഡ് ടു, പെർമിഷന് വേണ്ടി ക്യാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. കുഡ് ഈസ് ദി പാസ്റ്റ് ഫോം ഓഫ് ക്യാൻ, എക്സ്പ്രസ് പാസ്റ്റ് എബിലിറ്റി, ടു എക്സ്പ്രസ് പാസ്റ്റ് എബിലിറ്റി കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അൺസർട്ടനിറ്റി ഓർ അൺറിയൽ കണ്ടീഷൻ, അൺറിയൽ കണ്ടീഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇവിടെ ഷുഡും കണ്ടീഷൻ ഇൻ കണ്ടീഷൻ ക്ലാസ്സസിൽ നമ്മൾ ഷുഡ് ഉപയോഗിക്കുന്നുണ്ട്. ഷുഡ്, അതുപോലെ ഷുഡ് ഹാവ് പി പി ഓർ വുഡ് ഹാവ് പി പി ഉപയോഗിക്കുന്നുണ്ട്. ദെൻ അൺറിയൽ കണ്ടീഷൻ. ദെൻ പൊളൈറ്റ് റിക്വസ്റ്റ്, പൊളൈറ്റ് റിക്വസ്റ്റിന് വേണ്ടിയും ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് മേ ആണ്. മേ ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് പെർമിഷൻ, മേ കം ഇൻ സർ. അതുപോലെ ടു എക്സ്പ്രസ് പെർമിഷൻ, പോസിബിലിറ്റി, ബ്ലെസ്സിങ്സ്, വിഷ്, പർപ്പസ്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ നട്ട്ഷെല്ലാണ് ഇപ്പോൾ ഞാൻ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു രൂപം, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ആ എക്സാമ്പിൾ ഇല്ലാതെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി.
Then might is used to express more doubtful possibility. For extremely polite, then must for compulsion, necessity, probability or likelihood, strong determination. ഇനി ought to express, ought to is used to express duty, necessity, fitness, moral obligation. Then need is used to express a requirement വേണ്ടിയാണ് നീഡ് അപ്ലൈ ചെയ്യുന്നത്. ഇതിനെല്ലാം എക്സാമ്പിൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നീഡ് ഹാർഡ്ലി. നീഡിൻ്റെ മറ്റൊരു പ്രയോഗമാണ് നീഡ് ഹാർഡ്ലി. സെമി നെഗറ്റീവിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ദെൻ മറ്റൊരു പ്രയോഗമാണ് നീഡുള്ളി. ദെൻ നെക്സ്റ്റ് ഡയർ. ഡെഫെ, ചലഞ്ച്, ഫേസ് ബോൾഡ്ലി എന്നീ അർത്ഥത്തിൽ ഡയർ ഉപയോഗിക്കുന്നു. ഫാസ്റ്റ് ഫോം ഡയർഡ്. ഐ ഡയർ സേ മറ്റൊരു പ്രയോഗമാണ് ഐ ഡയർ സേ. ഐ ഡയർ സേ മീൻസ് പെർഹാപ്സ്. ഐ ഡയർ സേ ഹി വിൽ കം, പെർഹാപ്സ് ഹി വിൽ കം എന്നാണ് അതിൻ്റെ അർത്ഥം. ദെൻ ബി ഏബിൾ ടു. ബി ഏബിൾ ടു മീൻസ് ക്യാൻ. ഈസ്, ആം, ആർ പ്ലസ് ഏബിൾ ടു. കോൺസ്, ഈസ്, ആം, ആർ പ്ലസ് നോട്ട് ഏബിൾ ടു. കുഡ് വരുമ്പോൾ വാസ് ഓർ വെയർ പ്ലസ് ഏബിൾ ടു. കുഡിന് വരുമ്പോൾ വാസ് ഓർ വെയർ പ്ലസ് നോട്ട് ഏബിൾ ടു. ബി ടു, ഹി ഈസ് ടു റിട്ടയർ ദിസ് ഇയർ. അപ്പോൾ ഒരു സംശയത്തിൻ്റെ പേരിൽ നമ്മൾ സൂചിപ്പിക്കുന്നതാണ് ഹി ഈസ് ടു റിട്ടയർ. ബി ഫോം ആണത്. ഹി ഈസ് ടു റിട്ടയർ ദിസ് ഇയർ. ഈ വർഷം റിട്ടയർ ചെയ്തേക്കും. അതിന് പകരം ഈസ് ടുവിന് പകരം നമുക്ക് ഷാൽ ഉപയോഗിക്കാം. ഹി ഷാൽ റിട്ടയർ ദിസ് ഇയർ. അതുപോലെ വി ആർ ടു ഹാവ് ടെസ്റ്റ് ഇൻ ഇംഗ്ലീഷ് നെക്സ്റ്റ് വീക്ക്. ഇവിടെയും ആർ ടുവിന് പകരം വിൽ ഉപയോഗിക്കാം. വി വിൽ ഹാവ് എ ടെസ്റ്റ് ഇൻ ഇംഗ്ലീഷ് നെക്സ്റ്റ് വീക്ക്. ഇതിൻ്റെ സമ്മറി ആയിട്ട് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത് നിങ്ങളുടെ ടെക്സ്റ്റിൽ 38ാമത്തെ പേജിൽ മോഡൽ ആക്സിലറി വെർബ് ദി വെർബ്സ് ക്യാൻ, കുഡ്, ഷാൽ, ഷുഡ്, വിൽ, വുഡ്, മേ, മൈറ്റ്, മസ്റ്റ് ആൻഡ് ought are model auxiliary verbs. They express state of mind such as possibility, ability, obligation, prediction, permission, necessity, etc. ഇതുകൊണ്ട് ഫില്ല് ചെയ്യാൻ 38ാമത്തെ പേജിലും കൊടുത്തിട്ടുള്ളൊരു പാസേജ് അത് വായിച്ച് നോക്കിയിട്ട് ഒരെണ്ണം ഫസ്റ്റ് വൺ ഈസ് ഡൺ ഫോർ യു. അതൊരു കോൺവെർസേഷനാണ്. ജർമ്മൻ ഓഫീസറും പിയാനിസ്റ്റും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ കൊടുത്തിട്ട് അതിൽ മോഡൽ ആക്സിലറിയുടെ ഫംഗ്ഷൻ ഏതാണെന്ന് വ്യക്തമാക്കാനാണ്. ഞാൻ ആ പാസേജ് ഒന്ന് വായിച്ചേക്കാം. മോഡൽ ഓക്സിലറി വെർബ് എടുത്ത് പറഞ്ഞേക്കാം. ബാക്കി നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അതിന് കറക്റ്റ് ആൻസർ തരും. കോൺവെർസേഷൻ ഇതാണ്. ഓഫീസർ, യു ഷുഡ് ബി കെയർഫുൾ, സ്റ്റേ ഇൻ ദി ലോഫ്റ്റ് ആസ് ലോങ് ആസ് യു ക്യാൻ. കഴിയുന്നത്ര നാൾ നീ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണം. യു ഷുഡ് ബി കെയർഫുൾ, നീ വളരെ ശ്രദ്ധാലുവായിരിക്കണം. യു ഷുഡ് ബി കെയർഫുൾ അഡ്വൈസ് ഓർ റെക്കമെൻഡേഷൻ ആണ് സൂചിപ്പിക്കുന്നത്. ദെൻ പിയാനിസ്റ്റ് അതിന് മറുപടി പറയുന്നു, യെസ് സർ, ബട്ട് ഐ വുഡ് ലൈക്ക്. അപ്പോൾ അവിടെ വുഡ്. ഐ വുഡ് ലൈക്ക് ടു നോ വൈ യു ആർ സോ കൈൻഡ് ടു ബി. ഓഫീസർ, ഐ ഫീൽ ought to. അടുത്ത സെൻസിൽ ഐ ought to have helped more people. It would have made a great difference. നെക്സ്റ്റ് വീണ്ടും പിയാനിസ്റ്റ്, യു മേ നോട്ട് തിങ്ക് സോ. മേ നോട്ട്സ്, മേ അവിടെ ഉണ്ട്. ബട്ട് യു ആർ ഡൂയിങ് ഇറ്റ് നൗ സർ. ഓഫീസർ, യെസ് ഐ അണ്ടർസ്റ്റാൻഡ്, ബട്ട് ഐ സ്റ്റിൽ തിങ്ക് യു ഷുഡ് ലീവ് വേർഡ്സ്വർ ആസ് സൂൺ ആസ് പോസിബിൾ. ഷുഡ്. ദെൻ പിയാനിസ്റ്റ്, I would if I get a chance, but for the moment I must hide. ആ സെൻറ്റൻസിൽ പിയാനിസ്റ്റിൻ്റെ ആ മറുപടിയിൽ രണ്ട് മോഡൽ ആക്സിലറീസ് ഉണ്ട്. ഒന്ന് വുഡ്, മറ്റൊന്ന് മസ്റ്റ്. ദെൻ ഓഫീസർ, ഐ വിൽ ട്രൈ ടു ഫൈൻഡ് യു എ വേ ഔട്ട്. ഐ വിൽ ട്രൈ, അവിടെ വില്ല്. അവിടെയും യു മസ്റ്റ് ട്രസ്റ്റ് മീ. ഡു യു ഹിയർ? ദെൻ നെക്സ്റ്റ്, കുഡ് യു ഗെറ്റ് മീ സംതിങ് ടു ഈറ്റ്? അവിടെ കുഡ്. ദെൻ ഓഫീസർ, ഐ വിൽ സർട്ടൻലി, വിൽ. യു മസ്റ്റ് സ്റ്റേ ഇൻ ദി ലോഫ്റ്റ് അണ്ടിൽ ഐ കെയിം, മസ്റ്റ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ ഷുഡ് ഉണ്ട്, സെക്കൻഡ് സെൻറ്റൻസിൽ വുഡ്, തേർഡ് സെൻറ്റൻസിൽ ought to, ദെൻ ought to ഉണ്ട്, കുഡും ഉണ്ട്. ദെൻ നെക്സ്റ്റ് മേ, നെക്സ്റ്റ് വൺ ഷുഡ്, നെക്സ്റ്റ് വൺ വുഡ് ആൻഡ് മസ്റ്റ്, നെക്സ്റ്റ് വൺ വുഡ്, വില്ല്, ദെൻ മസ്റ്റ്, ദെൻ കുഡ്, ദെൻ വിൽ, മസ്റ്റ്. ഇങ്ങനെ ഓക്സിലറി വെർബിൻ്റെ ഫംഗ്ഷൻ. എല്ലാ ഓക്സിലറി വെർബും വന്നിട്ടുള്ള ഈ പാസേജിൽ തന്നിട്ടുള്ള
അത് നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുക. Then D, read and complete the following conversation between Pelayo and Elisenda from a very old man with enormous wings. Pelayo, we dash shouldum mightn't തന്നിട്ടുണ്ട്. Try to help the old man. Elisenda, that's right, will or may you help me clean his wings. Pelayo, of course, we ought to or can. Be careful, we must or could not hurt the old man. Elisenda, dash should or will we keep him indoors, he might fly away. Pelayo, he dash can't shouldn't fly, he must wait till he heals. അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസിൽ ഷുഡും മൈറ്റും അതിൽ കറക്റ്റ് എഴുതുക. നെക്സ്റ്റ് വണ്ണിൽ വില്ലും മേയും കറക്റ്റ് എഴുതുക. ദെൻ ഓട്ട് ടു ക്യാൻ ആൻഡ് മസ്റ്റ് ഓർ കുഡ്. ദെൻ നെക്സ്റ്റ് വൺ ഷുഡ് ഓർ വില്ല്. ദെൻ ലാസ്റ്റ് സെൻറ്റൻസ് കോൺ ഓർ ഷുഡിൻ്റ്. ഇതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് പാഠത്തെ അടിസ്ഥാനമാക്കി ഇപ്പോൾ 2 എക്സർസൈസുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഒന്നാമത്തത് ആക്ടിവിറ്റി മാച്ച് ദി ഫ്രൈസൽ വെർബ്സ് വിത്ത് ദെയർ മീനിങ്സ്. രണ്ടാമത് നമ്മൾ പഠിച്ചത് ഇപ്പോൾ മോഡൽ ആക്സിലറി. മോഡൽ ആക്സിലറി ഇങ്ങനെയാണെങ്കിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ അതിൻ്റെ എക്സാമ്പിൾ സഹിതം മനസ്സിലാക്കുക. അതിനുശേഷം ഇതൊന്ന് ഫില്ലപ്പ് ചെയ്യുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു വിൽ കമൻറ്റ് ഇൻ മൈ കമൻറ്റ് ബോക്സ്. I will give the answer. Okay. Thank you. Please subscribe, share and support me.